ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോണത് എൻ്റെ ഒരു ഒരെണ്ണമൊന്നുമല്ല, കുറേ ഉണ്ടായിരുന്നു. അഡ്ലീനിയം ഗ്രാഫ് ചെയ്യണതാണ് കാണിക്കാൻ പോണത്. അപ്പോൾ എൻ്റെ അടുത്തൊരു കുറേ കാലം, ഒരു 10 വർഷത്തോളമായി ഈ അഡ്ലീനിയമൊക്കെ ഇങ്ങനെ ഇരിക്കണത്, ഇതൊക്കെ എല്ലാം. അപ്പം ഞാൻ ഗ്രാഫ് ചെയ്യാണ്ടൊക്കെ വെച്ചേക്കണേണ്. അപ്പം ഒരെണ്ണം മാത്രം മോള് ഒരു പ്രാവശ്യം ഇതുപോലെ അതിൻ്റെ കൂമ്പ് വെട്ടിക്കൊടുത്ത് അതിന് അതേപോലെയൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ കോല് പോലെ പോയിട്ട് പൂവൊന്നും ഉണ്ടാവാണ്ട് വല്ലപ്പോഴും ഒരു പൂവൊക്കെ ഇടും. അങ്ങനെ നിൽക്കണേണ്. അപ്പം ഞാനിപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇതൊന്ന് ചെയ്യണം, ഇതൊക്കെ പഠിച്ച് ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് ഗ്രാഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ബ്ലേഡ് എടുത്തിട്ട് അതിൻ്റെ 1.5-2 ഒരു അതിൻ്റെ ബ്രൗൺ കളർ വരണം. ഇതിൻ്റെ തണ്ട് ബ്രൗൺ കളർ വന്ന് ഇങ്ങനെ മൂത്ത് നല്ല ഇതായിട്ട് നിൽക്കണേണ്. അപ്പം ഞാനത് ഇവിടം വെച്ച് മുറിച്ച് ഇവിടം വെച്ച് മുറിച്ച് ഇതും അതുപോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ചിറം പോലത്തെ ഒരു സാധനം ഇല്ലാതെ ഒരു കോട്ടൺ തുണി വെച്ച് തുടച്ച് നമുക്ക് ഈ കൊമ്പൊരു ഒന്ന് നട്ട് നോക്കി ഇതും പിടിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സ്റ്റാഫ് ഇതിനൊരു ഫംഗിസൈഡ് എന്തെങ്കിലും പുരട്ടി കൊടുക്കണം. ഇവിടെ സ്റ്റാഫ് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. അത് വെള്ളത്തിൽ കലക്കി അത് ആ മുറിച്ച സ്ഥലത്ത് അതൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കണം. പുരട്ടി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇച്ചിരി വളം എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിത് 1.5 മാസത്തിന് മുമ്പ് റിപ്പോർട്ട് ചെയ്തൊരു അഡ്ലീനിയമാണ്. അപ്പോൾ അത് വേരൊക്കെ പിടിച്ച് ഇപ്പോൾ ശരിയായി നല്ല കൂമ്പൊക്കെ വന്ന് നിൽക്കണമായിരുന്നു. അപ്പം അത് മഴയ്ക്ക് മുമ്പ് അങ്ങനെ ചെയ്തേക്കാമെന്ന് ഓർത്ത് ചെയ്ത് നോക്കണേന്ന്. അപ്പം അതിൻ്റെ അകത്ത് ഇത്തിരി ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, അതും കൂടി 3ഉം കൂടി കൂട്ടിയിട്ട് അത് ഇച്ചിരി വളവും ഇട്ട് കൊടുത്തേക്കാം ഓർത്ത്. നമ്മളിത് തണലത്ത് വെച്ചൊരു 2 ആഴ്ചയോളം തണലത്ത് വെച്ച് ഇതിൻ്റെ ഇതൊന്ന് ഇതാവണ വരെ അത് തണലത്ത് വെച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് പിടിപ്പിച്ചെടുക്കണം. പിന്നെ അടുത്തത് നമ്മൾ ഇതൊന്ന് നടണതാണ് ഞാൻ കാണിക്കാൻ. നമ്മളിത് നട്ട് നമുക്ക് വേര് പിടിപ്പിച്ചെടുത്താൽ നല്ലതാണ്. അതിൻ്റെ ഞാൻ കാണിക്കാൻ പോവാണ്. വെറുതെ ഇച്ചിരി മണ്ണ്, ഒരു ഹോളുള്ള ചട്ടി എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കല്ല്, വെള്ളം മറന്നു പോകാനായിട്ട്, എന്നിട്ട് കുറച്ച് മണ്ണ്, വെറുതെ മണ്ണ്, വളമൊക്കെ നമുക്ക് വേര് പിടിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളമുള്ള മണ്ണൊക്കെ ചേർത്ത്, കല്ല് അധികം വെറുതെ ആറ്റുമണൽ, വെറുതെ മണ്ണ്, നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. അതിൽ നട്ട് അതൊന്ന് വെള്ളം ഒഴിച്ച് നനയ്ക്കണം ആ മണ്ണ്. ഇതിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഷെയ്ഡുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കണം. ഇതിലധികം വെള്ളം എല്ലാ ദിവസവും ഒഴിച്ച് കൊടുത്തിട്ട് നനവ് ഉണക്ക് തോന്നുമ്പോൾ മാത്രം കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേര് പിടിപ്പിച്ച് എടുക്കുക. ഇതും അതുപോലെ തന്നെ വെള്ളം ഒന്ന് വെച്ച് മണ്ണൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് hope you'll still need me a million years from now.
വെള്ളം ഒട്ടും കെട്ടിക്കിടക്കാൻ പാടില്ല. അത് വെള്ളം അടിയിലേ പോലുള്ള ചട്ടിയായിരിക്കും. ഇത് ഇനി നമ്മൾ പിടിപ്പിച്ചത് വേര് പിടിച്ചൊക്കെ വന്ന് അതിന് കൂമ്പൊക്കെ വരുമ്പോഴത്തേക്ക് 1.5 മാസമൊക്കെ ആവും. ഒരു കുഴി കുഴിച്ചിട്ട് നമുക്കത് വെച്ച് കൊടുക്കാം. അത് നമ്മൾ മണ്ണിൽ കുഴിച്ചു വെച്ചിട്ട് ഇത് നമ്മൾ ഷെയ്ഡിൽ വെച്ച് വെയിൽ കൊള്ളാതെ കൊണ്ടുവന്ന് വെച്ച് അത് ഇനി അതിൻ്റെ വേര് പിടിപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയുന്നതാണ്, ഈ വീഡിയോ മുഴുവനും കാണുക. എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ കാണുന്ന ബെൽ ബട്ടണും അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇത് നമ്മളൊരു 1.5 മാസം അങ്ങനെ ഇരുന്നിട്ട് ഞാനത് പിടിച്ച് വേര് വന്നിട്ട് വേണം നമുക്കത് റീപ്ലാന്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വളമുള്ള വെറുതെ മണ്ണിൽ കുഴിച്ചിട്ടേക്കണേന് ഇപ്പം വെറുതെ വേര് പിടിക്കുമെന്ന് നോക്കണം. ഞാനൊരു 2 മാസം കഴിയുമ്പോഴേ ഇനി നോക്കുകയുള്ളൂ. ഓക്കെ, ഇത് നമ്മളിനി അത് ഷെയ്ഡിൽ വെച്ച് അതൊന്ന് ഒരാഴ്ചയെങ്കിലും നമ്മൾ ഇതിനകത്ത് ഷെയ്ഡിലിരിക്കണം. വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കാതെ സാധാരണ ഇതിപ്പോൾ ഇവിടെ ചെനപ്പ് പൊറ്റി അരി അതൊക്കെ ഷെയ്ഡിൽ വെച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ മുള പൊട്ടും. മുള പൊട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അത് 10 ദിവസത്തിനുള്ളതൊക്കെ വരുമെന്നാണ് വിശ്വാസം. പിന്നെ അതുപോലെ തന്നെ ഇതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഞാനിപ്പോൾ പൂവുള്ള കാരണം ഇത് മുറിച്ചില്ല. മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല, പൂവുള്ളത് മുറിച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊന്നും അവിടെ നിൽക്കട്ടെ എന്ന് ഓർത്തു. പിന്നെ ഇതൊക്കെ ഇതെന്നെ മോള് നേരത്തെ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഒന്ന് വെറുതെ മുറിച്ചിട്ടൊന്ന് പിടിപ്പിച്ചു. അതിനൊക്കെ ചിലപ്പോൾ പൊട്ടിയേക്കണം. പക്ഷേ ഇന്നും ഈ കൊല്ലം ചെയ്യണം. പിന്നെ ഞാനിപ്പോൾ ഈയിടെ ഇതൊരു വേറൊരു കളറാണ്. അതിപ്പോൾ ഒരാഴ്ച ആയുള്ളൂ പിടിച്ചോ റീപ്ലാന്റ് ചെയ്തിട്ട്. അത് മുറിച്ചിട്ടില്ല. അതും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ മുറിക്കാൻ പറ്റും. നമുക്ക് തിരിച്ചാലും മുറിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് ചെറുതൊക്കെയാണ്, അതൊന്നും മുറിച്ചില്ല. അതൊക്കെ ഇനി വലുതായി വന്നിട്ട് മുറിക്കാം. എല്ലാവരും ഇത് കാണുക മുഴുവനായിട്ടും. എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിലൊക്കെ പൂവിട്ട് കഴിയുമ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു വീഡിയോയും കൂടി ഇടുന്നതാണ്. അപ്പോൾ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ.